ഗുഡ് മോർണിംഗ് ഗൈസ്. വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഞാനിവിടെ അമ്മേൻ്റെ കൂടെ ഇപ്പം ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നിട്ടുണ്ട് ടൗണിൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു വയർലെസ് മൈക്ക് വാങ്ങാൻ പോകണം കാസർഗോഡിലേക്ക്. കാസർഗോഡിൽ ഉണ്ടോയെന്ന് അറിയില്ല. അമ്മേനെ ഇപ്പോൾ കാണിച്ചു തരാം. സന്തോഷാർത്ത ടാബ്സി നമ്മളെ ഇന്നലത്തെ കൊളാബിൽ ലൈക്ക് ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതൊരു വലിയൊരു വിജയമാണ് ഞങ്ങളുടെ രണ്ടുപേര്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എൻ്റെ സ്കൂൾ കാലത്ത് എന്നെ കൊണ്ടുവിട്ടതും പിന്നെ എല്ലാത്തിനും കൂടെ ഉണ്ടായ എൻ്റെ ബാബൂട്ടൻ ഇപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ്. ബാബൂട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. ബാബൂട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബാബൂട്ടൻ കുഞ്ഞി ഉറങ്ങുന്ന എണീക്കുമ്പോൾ ഒരു ദിവസം കാണിച്ചു തരാം ഫ്രണ്ട്സ്. കുക്കിംഗ് ഇതാണ് മികച്ച് ഇങ്ങനെ വ്ലോഗ്. ബാബുവേട്ടൻ്റെ വീട്ടിലാണ് ഫ്രണ്ട്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വയർലെസ് മൈക്ക് നമ്മൾ വാങ്ങാൻ പോകും. കാസർഗോഡിൽ എവിടെ ഉണ്ടെന്ന് അറിയില്ല. കാസർഗോഡിൽ കുറച്ച്, അതായത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായാലും നമ്മൾ തപ്പുന്നതായിരിക്കും. കാസർഗോഡ് ഫുള്ള് നമ്മൾ അടിച്ചു പറക്കും. അപ്പോൾ അമ്പിക ചേച്ചി നമുക്ക് കൊട്ടികയും കറിയും തന്നിരിക്കുന്നു. കൊട്ടിക ഗൈസ്, ഇതാണ് കൊട്ടിക. ഓക്കെ, ഇതാണ് കൊട്ടിക. ഇത് ചിക്കൻ കറി. കൊട്ടിക എന്ന് വെച്ചാൽ കാസർഗോഡിൽ മാത്രമല്ല അമ്മ ഉണ്ടാകുന്നത്. അമ്മ ഇലയിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അതറിയില്ല. കെട്ടിയിട്ട് രണ്ട് സൈഡും കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാവ് ഒഴിച്ചിട്ട് അതിന് മൂടാന്നും പറയും. കൊട്ടിക്കെന്ന് പറയുന്നത് കാസർഗോഡ് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഫുഡാണ്. ഫങ്ഷനൊക്കെ ആക്കുന്ന ഫുഡ്, സ്പെഷ്യൽ ഫുഡ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ. A few moments later. കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അടിപൊളി ടേസ്റ്റ്. ചിക്കൻ കറി ഒരു രക്ഷയില്ല അല്ലമ്മേ, അല്ലേ? അതെ, അതെ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്യണം. അതിൻ്റെ റെസിപ്പി അമ്മ പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വയർലെസ് ക്യാമറ വാങ്ങാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഷോപ്പിൽ നിന്ന് കാണാം. ഞാനിവിടെ ആകാശിന്റെ വീട്ടിലാണുള്ളത്. അക്കു ഒന്ന് ഹായ് പറയൂ. ഈ ക്യാമറ. ഞാനങ്ങനെ ആകാശിന്റെ വീട്ടിലാണ്. നമ്മള് പ്ലസ് ടു അല്ല 10 വരെ ഒന്നിച്ച് പഠിച്ചു. പിന്നെ ഇപ്പോഴും നമ്മൾ ഒന്നിച്ചാണ്. ഇതാണ് അക്കുവിന്റെ വീട്. സോണു എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ. സോണു, സേ ഹായ്. ഗേൾസ് ആണ് ഫുൾ ഫാൻസ് ഗൈസ്. നോക്കാം, ചിരിക്കരാ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സുമൻ്റെ വീട്ടിലെത്തിയിട്ട് അടുത്ത വ്ളോഗ് കാണാം. ഓക്കെ, നമ്മൾ സുമൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ സുമൻ അവിടെ ശരിയാക്കി അവൻ എന്തൊക്കെയോ തെറി പറയുന്നുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ സുമ ഇങ്ങോട്ടാ. സുമനെ നമ്മൾ, ഇതാണ് എൻ്റെ സുമൻ. ഹായ് ഗൈസ്. എല്ലാം എൻ്റെ പാട്ടിൻ്റെ ഏകദേശം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പിന്നെ എല്ലാത്തിനും നമ്മൾ കൂടെ ഉള്ളതാണ്. സുമന് ഒരു ഡാൻസറും കൂടിയാണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇതാണ് സുമൻ്റെ ക്രെറ്റ. ഓക്കെ, ഇത് സുമൻ്റെ ഭവനം. സുമൻ്റെ മാഗീനെ കാണിച്ചു തരാം. മാഗി ഇതാണിതാ സുമൻ്റെ മാഗി. ചിരിക്കും മാഗി, ചിരിക്കി. നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വയർലെസ് മൈക്ക് എടുക്കാൻ. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം പറയാനാണ് വന്നത്. സുമൻ്റെ ക്രെറ്റയിൽ സൈലൻസറിൽ ഒരു ഹോള് വീണത് കാരണം, എംബിഡിനെ പിടിക്കാൻ വരുന്നത്, ഹോള് വീണ കാരണം ഇവിടെ വണ്ടിയുടെ സൗണ്ട് മാറി. തന്നെ എങ്ങനെയോ ഹോള് വീണത്. സൗണ്ട് കേൾപ്പിച്ചിടാം, അടിക്കണം. ഗൈസ്,
ആദ്യം വേറൊരു ഷോപ്പിൽ പോയായിരുന്നു. അവിടെ കുറച്ച് നല്ലോണം തിരക്കായതുകൊണ്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് പുതിയ സ്റ്റാൻഡ് കാസർഗോഡ്. ഇവിടെ പാർക്ക് ചെയ്യാൻ ഒറ്റ സ്ഥലമില്ല, അങ്ങ് ദൂരെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് മൈജിയിലേക്കാണ്. ഓക്കെ, സുമനുണ്ട്. Meanwhile, മൈജിയിലില്ല, നമ്മൾ മൈജിയിൽ പോയി. മൈജിയിൽ മൈക്ക് അവൈലബിൾ അല്ല. നമുക്കിനി വേറെ ഷോപ്പൊന്നുമില്ല. നമ്മളിനി ഗൾഫ് ബസാറാണ് പോകുന്നത്. പുതിയ സ്റ്റാൻഡിലുള്ള കുറേ ഷോപ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നിലൊന്ന് കയറി നോക്കാം. ഇവിടെ എവിടെയും വയർലെസ് മൈക്കില്ല. 3 weeks later. അപ്പോൾ നമ്മൾ കാറിൽ കയറി. സുമനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അഹുജയിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. അവിടെ പോയി നോക്കാം. അപ്പം നമ്മൾ ഫൈനലി തപ്പി അഹുജയിൽ തന്നെ ലാസ്റ്റ് എത്തി. അങ്ങനെ മൈക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ബോക്സ് ജിടെക്കിൻ്റെ ബ്രാൻഡിൻ്റെ മൈക്കാണ്, 1000 റുപ്പീസിൻ്റെ. ഓക്കെ, ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അല്ല സുമ, 6.5 hours later. കേൾക്കുന്ന അല്ല കേൾക്കുന്ന ഞാൻ. അപ്പോൾ നമ്മളിവിടെ അഹുജയിൽ വന്നിട്ട് നമുക്കൊരു മൈക്ക് കിട്ടീന് 1000 റുപ്പീസിന്, ഡിജിടെക്കിൻ്റെ ബ്രാൻഡിൻ്റെ. ഇതാണിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും സൗണ്ട് ക്വാളിറ്റി. ഇനി പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഇതിലായിരിക്കും ചില പാട്ടുകൾ. ഓക്കെ, ബൈ. അങ്ങനെ ഇതാ നമ്മൾ വയർലെസ് മൈക്ക് ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞു. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഡിജിടെക്കിന്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കാണെന്ന് തോന്നുന്നു. 4 hours ചാർജിങ് ആണ്, 4 hours ബാറ്ററി ബാക്കപ്പ് ആണ് ആ ബോക്സിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ 2 hours നിൽക്കൂന്നാണ് കുറച്ച് ആൾക്കാർ പറഞ്ഞത്. അപ്പോ എന്തായാലും നല്ലുണ്ട്, മൈക്ക് നല്ലുണ്ട്. അതെ, അല്ല അത് പിന്നെ എന്തോ പറയാനുണ്ട്. കമന്റ് സെക്ഷനിൽ ഒരാൾ പറഞ്ഞായിരുന്നു എനർജി വേണം. എനർജി എന്തായാലും വരും. ഇപ്പൊ കുറച്ച് ഷൈ ആണ്, ഭയങ്കര ടെൻഷനാണ്. സത്യം പറഞ്ഞാല് ടെൻഷൻ ഉണ്ട്. പാട്ട് പാടുന്ന പോലെ അല്ല സംസാരിക്കുന്നതും വ്ലോഗ് എടുക്കുന്നതും. ഇപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. പക്ഷെ എന്നാലും ഞാൻ മൂവ് ഓൺ ചെയ്യും. നമ്മളിപ്പോൾ ആദ്യന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൻ മിക്കവാറും നല്ല ഉറക്കായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് അവനെ എണീപ്പിക്കും തോന്നുന്നു. കാരണം നമ്മൾ ആദ്യം വീട്ടിൽ കയറിയിട്ട് നമ്മൾ അവനെ എണീപ്പിക്കും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അവന്റെ ഹണ്ടറിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് കാണിക്കണം. അവൻ പുതിയ, അതായത് അത്യാവശ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ കളറ്. പൊതുവെ ആ ഹണ്ടറിന്റെ ആ കളർ കണ്ടിട്ടില്ല. ഡേപ്പർ ഗ്രീന് അവൻ ഈ കാസർഗോഡില് എനിക്ക് ഒന്ന് കുറച്ച് റയറായിട്ട് ഇവനാന്ന് വാങ്ങിച്ച ആദ്യമായിട്ട് തോന്നുന്നു, എനിക്കറിയില്ല. അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുക്കാനാണ് ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെയായിരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്തത്. അതാണ് വേറൊരു പോയിന്റ്. ഇപ്പൊ ചാവട്ടി. നമുക്ക് ആദ്യം എണിപ്പിക്കാം. കമോൺ, ഹണ്ടർ. അവൻ എണിച്ചു ഗൈസ്, ചോറ് കഴിക്കുകയാണ്. എന്താടാ തിന്നുന്നെ? ബിരിയാണിയോ? നോക്കട്ടെ. നമ്മള് ബിരിയാണി മൈക്ക് ചാർജ് ഇല്ലാണ്ട് ഓഫ് ചെയ്യുക. നമ്മൾ വാങ്ങിച്ചപ്പാട് ചാർജ് നോക്കണം. വാങ്ങിച്ചില്ല, ചാർജിന് വെച്ചില്ല. നമ്മളിപ്പോൾ ലൈം ടീ കുടിക്കുന്നുണ്ട്. ബിരിയാണി ബാക്കി വെച്ചു. ഞാൻ ഫുള്ള് കഴിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് ഫുഡെല്ലാം കഴിച്ച് കുറച്ചിങ്ങനെ സെറ്റായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹണ്ടർ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് അപ്പോൾ ഹണ്ടർ. വാങ്ങിച്ചിട്ട് എത്ര ദിവസം? 4 ദിവസം. 4-5 ദിവസമായിട്ടേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് വണ്ടീനെ പറ്റി പറയാൻ വന്നത് എന്ന് വെച്ചാൽ ഈ കളറാണ്, ഡേപ്പർ ഗ്രീൻ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. എനിക്ക് ബൈക്കിനെ കുറിച്ച് കൂടുതൽ സ്പെക്കൊന്നും അറിയില്ല. അതൊക്കെ റിവ്യൂവിൽ പോയി നോക്കിക്കോളൂ. പക്ഷേ ഈ വണ്ടീനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഈ എൻ്റെ വ്ളോഗിൽ കുറച്ച് വണ്ടികളെ പറ്റിയും നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും.
ബൈക്സ് ആണെങ്കിലും കാർസ് ആണെങ്കിലും നമ്മൾ എന്തായാലും വണ്ടീനെ പറ്റി കാർസിൻ്റെ സ്പെക്കൊക്കെ ഞാൻ പറയും. കാർസിനെ പറ്റി കുറച്ച് നല്ലോണം അറിയാം, പക്ഷേ ബൈക്കിനെ പറ്റി എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഇന്ന് നമ്മൾ എന്തെല്ലോ ചെയ്തു. വയർലെസ് മൈക്ക് വാങ്ങി, അതിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും പോയി വാങ്ങി. 1000 റുപ്പീസേ ഉള്ളൂ, ബർത്താണ്. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, ടാറ്റ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. എന്തായിട്ടില്ലല്ലോ. ഓക്കെ, ബൈ ബൈ.